Hello, guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ is going to be about കൊച്ചു ബേബി ആൻഡ് ഓൾ ദ ആക്ടിവിറ്റീസ് ഷീ ഡസ്. ഇപ്പോൾ കൊച്ചു ബേബിക്ക് 2 വയസ്സും 7 മാസവും ആയിട്ടുണ്ട്. അപ്പം സൂൺ ടു ബി 3 ഇയേഴ്സ് ഓൾഡ്. അപ്പം ഈ ഒരു പീരീഡ് കൊണ്ട് കൊച്ചു ബേബി എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, എത്രമാത്രം കോർഡിനേഷൻ കൊച്ചു ബേബിക്ക് കിട്ടിയിട്ടുണ്ട്, അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഈ വ്ളോഗിൽ ഞാൻ ചെയ്ത കുറേ കാര്യങ്ങൾക്കും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് പല കൊറിയൻ വ്ളോഗ്സും വെസ്റ്റേണേഴ്സിൻ്റെ വ്ളോഗ്സും ഒക്കെയാണ്. അവരവരുടെ ടോഡ്ലേഴ്സിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളും ടോഡ്ലേഴ്സിനെ എങ്ങനെ ഓരോ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്നു എന്നൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുള്ളത്. അതിൽ ചിലതൊക്കെ എനിക്ക് റെഡി ആയിട്ടുണ്ട്, ചിലതൊക്കെ അട്ടർ ഫെയിലിയറുമായിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി ആക്ടിവിറ്റീസിൽ കുറച്ച് ട്രെയിനിങ് ഒക്കെയാണ് ഞാൻ കൊച്ചു ബേബിക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ, ബ്രഷിംഗ് കൊച്ചു ബേബിക്ക് തനിയെ ചെയ്യുന്നതാണ് താല്പര്യം. പക്ഷേ അറിയാലോ, കൊച്ചുകുട്ടികൾ ചെയ്യുമ്പോൾ എത്രമാത്രം വൃത്തിയാവും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയതുകൊണ്ട് ഞാൻ പിടിച്ച് വാങ്ങിച്ച് ഞാൻ ഫോഴ്സ് ചെയ്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കുന്നത് കൊച്ചു ബേബിക്ക് അത്ര താല്പര്യമില്ല, അതിനാണ് അത്രയും കരഞ്ഞത്. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യവും, കൊച്ചു ബേബിക്ക് തനിയെ ഫുഡ് കഴിക്കാനൊക്കെ നല്ലോണം അറിയാം. ഫോർക്ക് കൊണ്ട് കഴിക്കാനറിയാം, സ്പൂൺ കൊണ്ട് കഴിക്കാനറിയാം, കൈ വെച്ച് കഴിക്കാനും അറിയാം. കുറച്ച് മെസ്സിയാണ്. മെസ്സി അല്ലാതെ വളരെ നീറ്റായിട്ട് കഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതേപോലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചൊവ്വേ കഴിക്കില്ല. അപ്പം നമ്മൾ കുറച്ച് ഫുഡ് ചെല്ലണമല്ലോ വയറ്റിൽ. അപ്പം അതുകൊണ്ട് ഞാൻ ഫീഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഫുഡ് കഴിക്കാനൊക്കെ അറിയാം. പിന്നെ മസ്റ്റായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് കൊണ്ടുപോയി കിച്ചണിൽ സിങ്കിൽ വെക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലത്തെ ഫ്ലാറ്റിലാണ്. ഇവിടെ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ് കിച്ചൺ കൗണ്ടർ ടോപ്പും അവിടെ നിൽക്കാനും ഒക്കെ. നമ്മുടെ ട്രിവാൻഡ്രത്തെ കിച്ചൺ അത്ര ഒരു ബേബി ഫ്രണ്ട്ലി കിച്ചൺ അല്ലാത്തത് കൊണ്ട് പലപ്പോഴും സിങ്കിൽ കയറി പാത്രം കഴുകുന്നതൊന്നും ഇവിടെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല. പക്ഷേ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ മോൾക്ക് പാത്രം കഴുകാനും വലിയ ഇൻട്രസ്റ്റ് ആണ്, ട്രൈ ചെയ്യാറുണ്ട്. കറക്റ്റ് നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വിമ്മിൻ്റെ ലിക്വിഡ് എടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ച് ആദ്യം സ്ക്രബ് ഒന്ന് നനച്ചിട്ട് പിന്നെ സ്ക്രബ് ഇട്ട് നല്ലോണം ഉരച്ച് കഴുകി വൃത്തിയാക്കി. അതിനുശേഷം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് കുട്ടികൾ എത്രമാത്രം ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്നത് പോലെ പാത്രം കഴുകി കഴിഞ്ഞാൽ സ്ക്രബ് നല്ല വൃത്തിയായിട്ട് വെള്ളത്തിൽ കാണിച്ച് കഴുകിയിട്ടാണ് തിരിച്ചു വെക്കുന്നത്. അപ്പോൾ കുട്ടികൾ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും അത്ര കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല വ്ളോഗ്സ് കണ്ടിട്ടാണല്ലോ ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യുന്നത്. പൊതുവേ നമ്മുടെ ഇവിടെയുള്ളൊരു മെൻറ്റാലിറ്റിയിൽ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്തോ മഹാപാപമായിട്ട് കാണും. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ സമ്മതിക്കില്ല. അതിൻ്റെ അകത്ത് കയറി ഇടപെട്ട് വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി നടക്കാൻ അവർ സമ്മതിക്കില്ല. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാർ എന്നെ പെട്ടെന്ന് അങ്ങ് തിരിയും. കുറച്ച് വലുതാവുമ്പം തുണി എടുത്ത് വെക്കുന്നില്ല, റൂം വൃത്തിയാക്കി ഇടുന്നില്ല, അടിച്ചു വാരുന്നില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു 50,000 കംപ്ലയിൻസ് ആയിട്ട് വരും. അപ്പോഴും പേരൻസിനെ കുറ്റം പറയും, ഈ അമ്മ ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അച്ഛനൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയും. ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഈ ഒരു ഏജിൽ തൊട്ടേ നമ്മൾ ഓരോ കാര്യങ്ങൾ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ചെയ്തു തുടങ്ങിയാലേ അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് വരുവുള്ളൂ, അവർ ചെയ്തു തുടങ്ങുള്ളൂ. വീട്ടിലെ ജോലികളും ആക്ടിവിറ്റീസ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളത് ചെയ്തില്ലെങ്കിൽ വേറെ ആൾ വന്ന് ചെയ്തോളും എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ ചെറിയ കുട്ടിയിലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർ പറയുമ്പോൾ ജസ്റ്റ് ഗോ ഡെഫ് ടു ഇറ്റ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ മുന്നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. കൊച്ചുകുട്ടിയിലെ ബേസിക് ലൈഫ് ആക്ടിവിറ്റീസിലെല്ലാം ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് താങ്ക്സ് ടു ഓൾ ദ വ്ളോഗ്സ് ദാറ്റ് ഐ വാച്ച്ഡ്, അതിൽ നിന്നാണ് എനിക്ക് ഇതിൻ്റെ ഇൻസ്പിറേഷൻ കിട്ടിയത്. ആൻഡ് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വെരി സപ്പോർട്ടീവാണ്. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല, അയ്യോ കൊച്ചുകുട്ടിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണ്ട, ഇത് ചെയ്യിപ്പിക്കണ്ട, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഇല്ല. ഇവിടെയുള്ള എല്ലാവരും കുട്ടികൾ വളരെയധികം സ്കിൽഡായിട്ട് വളരണം, ബേസിക് ആക്ടിവിറ്റീസ് പഠിച്ചിരിക്കണം എന്ന് വിചാരിക്കുന്ന ആയതുകൊണ്ടും കൂടി എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ. കണ്ടോ, പാത്രമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ആ ചെയർ തിരിച്ച് എടുത്ത സ്ഥലത്ത് തിരിച്ചു കൊണ്ട് വെക്കുന്നത് കണ്ടോ. അത് ഈ ഏജിലെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ടൊരു എന്താ പറയുന്നത്, ഒരു ഹാബിറ്റ് ആയിക്കോളും. നമുക്ക് ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് അതേ സ്ഥലത്തേക്ക് തിരിച്ച് വെക്കുന്നു എന്നുള്ളത്. ഞാൻ കാണുന്ന പല വ്ളോഗ്സിലും അമ്മമാർ ടോഡ്ലേഴ്സിന് ഇങ്ങനത്തെ ഡെയിലി ആക്ടിവിറ്റീസിൽ മാത്രമല്ല ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, അവർ ഹോം സ്കൂളിങ്ങും ഒപ്പം ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഷെഡ്യൂളിൽ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഹോം സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഡെയിലി ആക്ടിവിറ്റീസിൽ ട്രെയിനിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു, ഇത് കൊച്ചു ബേബി യൂസ് ചെയ്ത ഡയപ്പേഴ്സ് എവിടെയാണ് ഇടുന്നത് എന്നുള്ളത് ആദ്യത്തെ 2-3 പ്രാവശ്യം നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ ചോദിച്ചു നോക്കിയാണ് നമ്മൾ എവിടെയാണ് ഡയപ്പർ ഇടുന്നതെന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തന്നു കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിൽ ഇടുന്നത്. പിന്നെ അതിന് ശേഷം ഡയപ്പർ ഊരി ഞാൻ മോളുടെ കയ്യിൽ കൊടുക്കാറുണ്ട്, അതവിടെ കൊണ്ട് ഇടാറുണ്ട്. ഈ സമയത്ത് നമുക്ക് പോസിബിളി വരാനുള്ള കമൻസ് എന്തായിരിക്കും, ഈ ഡയപ്പർ കൊച്ചിനെ കൊണ്ട് കയ്യിൽ തൊടിയിപ്പിക്കലെന്നുള്ളത്.
പകരം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഡയപ്പറോ അല്ലെങ്കിൽ അഴുക്കോ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയി കൈ വാഷ് ചെയ്യുക എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. മമ്മ പോവൂല. അയ്യോ, കൊച്ചേബി ഇട്ടിട്ട് മമ്മ എവിടെ പോവാൻ? കൊച്ചേബി പോവല്ലേ. കുളിക്കാം കുളിക്കാം കൊച്ചു, കുളിക്കാം കുളിക്കാം. യെസ്. കുളിക്കാൻ പോകാൻ കൊച്ചുബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മടിയും കാണിക്കാറില്ല, കരയാറുമില്ല. അപ്പോൾ കുളിക്കാൻ നേരത്ത് നമ്മൾ ഇട്ട ഡ്രസ്സുകളൊക്കെ കറക്റ്റായിട്ട് കൊണ്ട് നമ്മൾ വാഷ് ചെയ്യേണ്ട തുണികൾ ഇടുന്നൊരു ഡ്രമ്മുണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ട് ഇടാനൊക്കെ കൊച്ചുബേബി കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് എറണാകുളത്തായാലും ചെയ്യും, ട്രിവാൻഡ്രത്താണെങ്കിലും ചെയ്യും. പിന്നെ തനിയെ കുളിക്കാൻ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കുളിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ കൂടെ നിൽക്കും, സ്ലിപ്പേഴ്സ് ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തേച്ചങ്ങ് കുളിച്ചോളും. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ടൈം എടുത്ത് കുളിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ മസ്റ്റായിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം, സ്വാമിയെ തൊഴണം എന്നുള്ളത്. അപ്പോൾ ഇത് മുൻപ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിലൊക്കെ ജസ്റ്റ് നമസ്കരിക്കാനും ജസ്റ്റ് തൊഴുത് നിൽക്കാനും ഒക്കെ കൊച്ചുബേബി അന്ന് പഠിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് കൊച്ചുബേബിക്ക് കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. അതായത് സാമ്പ്രാണിത്തിരി കത്തിച്ച സാമ്പ്രാണിത്തിരി ആ പൊള്ളുന്ന ഭാഗത്ത് തൊടാതെ ദൈവത്തിനെ നോക്കി ഇങ്ങനെ നമ്മൾ കറക്കില്ലേ, അത് ചെയ്യാനറിയാം. അതേപോലെ കുറച്ച് മന്ത്രങ്ങളൊക്കെ കേട്ട് കേട്ട് പറയാനറിയാം. അത്രയൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വേറെ ഒരു വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കൊച്ചുബേബിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ എക്സസൈസ് വീഡിയോസ് കാണുന്നതും അതിൻ്റെ ഒപ്പം ചെയ്യുന്നതും. ഇത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഒരു കാര്യം കണ്ട് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയൊരു കാര്യമല്ലേ, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ ഇതൊക്കെ റിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡാൻസും ഇതേപോലെ തന്നെ നമുക്ക് നോക്കി കോപ്പി ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്, ഈ എക്സസൈസ് വീഡിയോസ് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല. ചിലപ്പോൾ ആ ഫുൾ ഇതൊന്നും ചെയ്യില്ല, ഫുൾ ലെങ്ത്തിൽ ചെയ്യില്ലായിരിക്കും. ആദ്യം കാണുന്ന 2-3 പ്രാവശ്യം ചെയ്യും, അതേമായി ഇൻട്രസ്റ്റ് പോവും. പക്ഷെ ആ ഇൻട്രസ്റ്റ് പോകുന്നതാണ് ആ കൊച്ചു കുട്ടികളുടെ ഒരു സ്വഭാവം കേട്ടോ. അപ്പം ആ ഇൻട്രസ്റ്റ് പോകുമ്പോൾ ഞാനും വിടാറുണ്ട്, ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യാറില്ല. ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ ഞാനിപ്പോൾ കൂടെ ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. അതല്ലാതെ മോള് വെറുതെ നോക്കി എക്സസൈസ് കണ്ടിരിക്കുന്ന, വെറുതെ ചുമ്മാ ഇരിക്കുന്നതും അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ഈ കുട്ടി ഫുള്ള് എക്സസൈസും കൂടെ നോക്കി ചെയ്യുന്നുണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. എനിക്ക് ആദ്യം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മോളുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കാണുമ്പോൾ ലൈറ്റായിട്ട് ഞാൻ സ്ട്രെസ്ഡ് ആവുമായിരുന്നു. പക്ഷെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് തിരുത്തും കേട്ടോ. ഓരോ കുട്ടികളും വളരെയധികം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അവർക്ക് അതിൻ്റെതായ ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പാഠം. ഇത് മോളുടെ ചെരുപ്പ് കറക്റ്റായിട്ട് അറിയാം, എവിടെയാണ് ഇരിക്കുന്നത്, അതെടുത്തുകൊണ്ട് വരാനും ഇടാൻ 1-2 ചെരുപ്പുകൾ തനിയെ ഇടാൻ അറിയാം. ചില കോംപ്ലിക്കേറ്റഡ് ചെരുപ്പൊക്കെ ഇടാൻ ട്രൈ ചെയ്യുമെങ്കിലും പറ്റൂലെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ചില ഈസി ചെരുപ്പൊക്കെ ആണെങ്കിൽ തനിയെ ഇടും കേട്ടോ. മോസ്റ്റ്ലി കറക്റ്റായിട്ടാണ് ഇടുന്നത്. ചില സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാറുണ്ട്. പൊതുവെ അമ്മമാരുടെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് എന്തായിരിക്കും കുട്ടികളെ പറ്റി? അവരെപ്പോഴും വീട്ടിലെ ജോലികൾ തനിയെ ചെയ്യേണ്ടി വരുന്നു. ഹസ്ബൻഡ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും വീട്ടിൽ ഒരു ആക്ടിവിറ്റീസിനെയും ഇൻവോൾവ് ചെയ്യുന്നില്ല, ഒരു ഹെൽപ്പ് പോലും ഓഫർ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള സംഭവങ്ങൾ. പക്ഷേ ഏറ്റവും വലിയൊരു കാര്യമാണ് അത് പണ്ട് മുതലേ നമ്മൾ ശീലിപ്പിക്കുക എന്നുള്ളത്. അതായത് കുഞ്ഞിലെ തൊട്ടേ നമ്മുടെ കൂടെയുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. കുട്ടികൾക്ക് ഫുൾ ടൈം സ്വന്തമായിട്ട് കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുക അത് മാത്രമല്ല ഇൻട്രസ്റ്റ് ഉള്ളത്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൂടെ നിന്ന് ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായൊരു ഇൻട്രസ്റ്റ് അതിലേക്ക് വരും, ഭയങ്കര സന്തോഷം ഉണ്ടാവും. അവർക്ക് എപ്പോഴും അഡൾട്ട്സ് ചെയ്യുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്യാൻ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ലൈഫ് ആക്ടിവിറ്റീസ് കുട്ടികളെ ട്രെയിൻ ചെയ്തെടുപ്പിക്കാനും ഭയങ്കര എളുപ്പമാണ്. നമ്മളൊന്ന് മെനക്കെട്ടാൽ മാത്രം മതി. പിന്നെ നമുക്കൊരു ക്ഷമ വേണം. കാരണം നമ്മൾ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ സ്പീഡ് വേറെയാണ്. കുട്ടികൾ അതേ സാധനം ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവർ നല്ല ടൈം എടുക്കും. അപ്പം നമുക്ക് അതിനുള്ള ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യിപ്പിക്കാനും കൂടെ നിൽക്കാനും പാടുള്ളൂ. അവർക്ക് അതിന് ടൈം കൊടുക്കുക. നമ്മൾ നിന്ന് ചിലപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ക്ഷമ നശിക്കുമ്പോൾ മാറി ഇങ്ങോട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡിൽ ചെയ്ത് അങ്ങ് കാണിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുത്ത് നമ്മൾ വലിയ ഹീറോ ആവുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. അവരവരുടെ ടൈം എടുത്തോട്ടെ, ഗ്രാജുവലി അവർക്ക് അവരുടെ സ്പീഡും സ്കിൽസും ഇൻക്രീസ് ആയിക്കോളും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പം മോള് നല്ല ടൈം എടുക്കും. ഒട്ടും സ്പീഡുള്ള ഒരാളൊന്നും അല്ല, വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരു പേഷ്യൻ്റായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്, ആക്ടിവിറ്റീസ് ചെയ്ത് തീർക്കാൻ വേണ്ടി മോളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും.
ടോയ്സൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് മോളെ കൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്യിപ്പിക്കും. നമ്മൾ കളിക്കുന്നത് ഇപ്പോൾ ടോയ്സൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതേപോലെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ടോയ്സ് തിരിച്ച് റീപ്ലേസ് ചെയ്ത് കൊണ്ടുവയ്ക്കുക. കൊച്ചു ബേബിക്കാണെങ്കിൽ ഓരോ ടോയ്സ് ഏതൊക്കെ റാക്കിലാണ് വെക്കുന്നതെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാം. അത് അങ്ങനെ തന്നെ കൊണ്ടുവയ്ക്കാറുണ്ട്. ബുക്സ് ഏത് റാക്കിലാണ് വെക്കുന്നത്, ബ്ലോക്സ് ഏത് റാക്കിലാണ് വെക്കുന്നത്, അല്ലാതെ ബീച്ച് ടോയ്സ് ഒക്കെ ഏത് റാക്കിലാണ് വെക്കുന്നത്, ഇതെല്ലാം കൊച്ചു ബേബിക്ക് നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ട് കറക്റ്റായിട്ട് ഓരോ റാക്കിലായിട്ട് വെക്കാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ആ റാക്കിൽ വെക്കുന്ന വീഡിയോസ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ട് അതെനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇത് കൊച്ചുബേബി എൻ്റെ കൂടെ ബെഡ് വിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പൊതുവേ കൊച്ചുബേബി ഞാൻ വിരിക്കാൻ പോകുമ്പോൾ തന്നെ ബെഡിൽ നിന്ന് പില്ലോസൊക്കെ എടുത്ത് മാറ്റി വെക്കാറുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അങ്ങനെ ചെയ്തില്ല, പക്ഷെ നോർമലി അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് ഷീറ്റ് വിരിക്കാനുള്ള എളുപ്പത്തിന് ചാടി കയറി ബെഡിൽ നിന്ന് പില്ലോസൊക്കെ എനിക്ക് മാറ്റി തരാറുണ്ട്. അതുപോലെ ഷീറ്റ് വിരിക്കുമ്പോൾ എൻ്റെ കൂടെ ജസ്റ്റ് പിടിച്ചൊക്കെ തരാറുണ്ട്. ഭയങ്കര വൃത്തിയൊന്നും ആവില്ല, പക്ഷെ ഷീ ഈസ് ട്രൈങ് ടു ഹെൽപ്പ് എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ചെരുപ്പുകൾ അടുക്കി വെക്കുക എന്നുള്ളത്. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും. കാരണം ഞാനാണെങ്കിലും കൊച്ചു ബേബി ആണെങ്കിലും ഒക്കെ നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ മടി പിടിച്ച് അങ്ങനെ അങ്ങ് വെക്കും. അറേഞ്ച് ഒന്നും ചെയ്ത് അപ്പം തന്നെ വെക്കൂല. അതുകൊണ്ട് നമ്മളൊരു ദിവസത്തിലൊരു ടൈം കണ്ടുപിടിച്ച് പോയി ആ ഭാഗം അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. ഈ ഷെൽഫ് കണ്ടോ, ഷൂറാക്കി ഇങ്ങനെ മേളിലോട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കൊച്ചു ബേബിക്ക് കൈ കൊണ്ട് എടുത്ത് മേളിലോട്ട് വെക്കാനേ പറ്റുള്ളൂ. സാധാരണഗതിയിൽ അഗൈൻ ചെരുപ്പ് കൈ കൊണ്ട് തൊടുമ്പം ആൾക്കാരുടെ മുഖമൊക്കെ അങ്ങ് മാറും, അയ്യോ ചെരുപ്പ് കൈ കൊണ്ട് തൊട്ടുകൂടാ. വീണ്ടും ഞാൻ പറയുന്നു, വേറൊരു ഓപ്ഷൻ അതാ, നമുക്ക് ചെരുപ്പ് കൈ കൊണ്ട് തൊടാം. അത് കഴിഞ്ഞിട്ട് കൈ കഴുകണം എന്നുള്ളൊരു സംഭവം പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊച്ചുബേബിക്ക് അതറിയാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അയ്യേ ബേ എന്ന് പറയും കൊച്ചുബേബി കയ്യിൽ നോക്കിയിട്ട്. എന്നിട്ട് കൈ കഴുകാമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ടിലും വളരെ ഇൻ്റലിജൻ്റ് ആണ്. നമ്മളാണ് പലപ്പോഴും നമ്മളുടെ ഓവറായിട്ടുള്ള ഒരു കെയറിങ് കാരണമോ അല്ലെങ്കിൽ ചുമ്മാ ആവശ്യമില്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് അത് കേപ്പബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അവരെ പിടിച്ചിങ്ങനെ ബാക്ക് ഓഫ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ഒരു കാര്യം എല്ലാ കുട്ടികൾക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഡോഗ്സിന്റെ കാര്യം നോക്കുക. എന്തായാലും എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഡോഗ്സ് ഉണ്ട്. ഇനിയും വരുന്ന കാലങ്ങളിലും പെറ്റ് ഡോഗ്സ് ഉണ്ടാവും. ഡോഗ്സ് ഞാൻ പറയുന്നില്ല, പെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ കൊച്ചു ബേബിയുടെ ലൈഫിൽ എന്നും പെറ്റ്സ് ഒരു പാർട്ടായിരിക്കും. അപ്പോൾ അവരുടെ കാര്യം എന്തായാലും നോക്കേണ്ടി വരും. നമ്മളൊരു വീട്ടിൽ എല്ലാവരും ഈക്വലി ഷെയർ ചെയ്താണല്ലോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കൊച്ചു ബേബിക്ക് ഇപ്പോഴേ നമ്മുടെ ഡോഗ്സിന് വെള്ളം വെച്ച് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. വെള്ളത്തിൻ്റെ പാത്രം എടുത്തുകൊണ്ട് വരികയും പൈപ്പിൽ കൊണ്ടുവന്ന് കാണിച്ച് വെള്ളം നിറച്ചിട്ട്, അത് കൊച്ചു ബേബിക്ക് പൊക്കാൻ പറ്റുന്നൊരു വെയിറ്റ് ഒന്നും ആയിരിക്കില്ല, മെസ്സി ആവും, ചിലപ്പോൾ ദേഹത്തിൽ കൂടെ ഒക്കെ വെള്ളം വീഴും. എന്നാലും അതാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. കുട്ടികൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഡെഫിനറ്റ്ലി അവരത് മെസ്സി ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ആ മെസ്സ് ക്ലീൻ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളെപ്പോലെ വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നും പിള്ളേർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരെന്താണോ ചെയ്യുന്നത് അത് നമുക്ക് സ്ലോലി എൻകറേജ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. ചിലപ്പോൾ മോക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹെൽപ്പ് ചെയ്യുമ്പോൾ കൊച്ചുബേബിക്ക് അത് ഭയങ്കര വിഷമാണ്. കൊച്ചുബേബിക്ക് തന്നെ കൂട്ടിൽ വെച്ചു കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. കുറെ കൂടെ ഒക്കെ കഴിയുമ്പോൾ മോക്ക് അതിനുള്ള കോർഡിനേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുമായിരിക്കും. ഇപ്പം ഇത്രയും വെയിറ്റ് എടുക്കുന്നില്ല. അത് തന്നെ ഞാൻ ഒരു വലിയൊരു എന്താ പറയുക, മോളുടെ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ ഞങ്ങൾ മസ്റ്റായിട്ടും പുറകെ നടന്ന് പഠിപ്പിച്ചൊരു കാര്യമാണ് നമ്മുടെ പെറ്റ്സിൻ്റെ അടുത്ത് എല്ലാം വളരെ ജെൻറ്റലായിട്ടിരിക്കുക. നോ ഹിറ്റിംഗ്, പുള്ളിങ് ഇല്ല, അവരെ പിടിച്ച് ഉപദ്രവിക്കുക, അങ്ങനത്തെ സാഡിസ്റ്റ് സ്വഭാവങ്ങൾ ഒന്നും നമ്മൾ ഈ വീട്ടിൽ സമ്മതിക്കില്ല. അതുകൊണ്ട് കൊച്ചു ബേബി ഡോഗ്സിൻ്റെ അടുത്ത് വളരെ ജെൻറ്റിലാണ്. ആൻഡ് നമ്മുടെ ഡോഗ്സ് എല്ലാം അത്രമാത്രം ട്രെയിൻഡ് ആണ്. അവരും തിരിച്ചും ഒരു സാഹചര്യത്തിലും കൊച്ചു ബേബിയെ ഹേർട്ട് ചെയ്യത്തില്ല. അപ്പോൾ രണ്ട് രീതിയിലുണ്ട്. നമ്മൾ ഡോഗ്സിനാണെങ്കിലും കുട്ടികളാണെങ്കിലും വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എസ്പെഷ്യലി എൻ്റെ വീട്ടിലുള്ള ഡോഗ്സ് കെനേക്കോർസോ ഡോഗോ അർജൻറ്റീനോ അങ്ങനെയുള്ള ഡോഗ്സ് ആണ്. അപ്പോൾ അത്രയും ട്രെയിനിങ് അർജുൻ ചേട്ടൻ അവർക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് മോളെ അവരുടെ അടുത്ത് ഇങ്ങനെ വിടാൻ പറ്റുന്നത്. വെള്ളവും ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ അത്രയും കാമായിട്ടാണ് മോള് കൊണ്ടുവരുമ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ അതാ മോക്ക് ചെടിയൊക്കെ നനയ്ക്കാനും ചെടീനോടൊക്കെ ഒരു സ്നേഹം നമ്മളിപ്പോഴേ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വിച്ച് ഇസ് ആക്ച്വലി എ വെരി ഗുഡ് തിങ്. എനിക്ക് എൻ്റെ മോള് കുറച്ച് നേച്ചറിനെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം, പെറ്റ്സിനെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ എനിക്ക് നിർബന്ധമുണ്ട്. അപ്പം അങ്ങനെ നമ്മളെടുത്ത കുറച്ച് എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചു ബേബി ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കൊച്ചു ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസിൽ കുറച്ചൊക്കെ ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ കൊച്ചു ബേബി ചെയ്യാറുണ്ട്. ഞാനത് വേറൊരു പാർട്ടിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ചെയ്യിപ്പിച്ച പല ആക്ടിവിറ്റീസിലോടും നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടാവും. നിങ്ങളുടെ ശരിയായിരിക്കില്ല ചിലപ്പം എൻ്റെ ശരി. എന്തായാലും ഞങ്ങളുടെ ഒരു ഫാമിലി ലൈഫിൽ, ഞങ്ങളുടെ ഒരു ലൈഫിൽ ഇപ്പോൾ കൊച്ചു ബേബി ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അത്
എന്താ പറയുന്നത്, 100/100 ആണ്. നമ്മൾ വളരെയധികം പ്രൗഡാണ് കൊച്ചു ബേബിയെ കാണുമ്പോഴത്തേക്ക്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നിങ്ങൾ ഇന്നത്തെ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ലവ് യു ഗൈസ് സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.